നമ്മളെ ഒട്ടും ഇഷ്ടമില്ലാത്തവരെ വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നവരെ തിരിച്ചറിയാനുള്ള മനഃശാസ്ത്രപരമായ ലക്ഷണങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത്. മനുഷ്യബന്ധങ്ങൾ സങ്കീർണമാണ്. ചിലർ നമ്മളോട് ചിരിച്ചും സൗഹൃദം കാണിച്ചും പെരുമാറുമ്പോൾ പോലും അവരുടെ ഉള്ളിൽ നമുക്കൊരു സ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല. ഇത്തരം ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അനാവശ്യമായ മാനസിക സംഘർഷങ്ങളിൽ നിന്നും നിരാശകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഗോസിപ്പുകളെയോ ഉപരിപ്ലവമായ കാര്യങ്ങളെക്കുറിച്ചോ അല്ല, മറിച്ച് മനുഷ്യന്റെ പെരുമാറ്റത്തെയും ചിന്താഗതിയെയും നിയന്ത്രിക്കുന്ന ആഴത്തിലുള്ള മനഃശാസ്ത്രപരമായ സൂചനകളെക്കുറിച്ചാണ്. ഒരാളുടെ ഇഷ്ടമില്ലായ്മ പലപ്പോഴും വാക്കുകളിലൂടെയല്ല, അവരുടെ ശരീരഭാഷയിലൂടെയും പ്രതികരണങ്ങളിലൂടെയും നമ്മളോടുള്ള ഇടപെടലുകളിലെ സ്ഥിരതയില്ലായ്മയിലൂടെയുമാണ് പുറത്തു വരുന്നത്. മനഃശാസ്ത്രപരമായ 8 ശക്തമായ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഓരോ ലക്ഷണവും നമുക്ക് വളരെ വിശദമായി പരിശോധിക്കാം. ഒന്നാമത്തെ ലക്ഷണം സ്ഥിരമായ ഒഴിവാക്കലും ശാരീരികമായ അകലം പാലിക്കലും. നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരാൾ മനഃശാസ്ത്രപരമായി നിങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് വെറുമൊരു തിരക്കഥ പറയലല്ല, മറിച്ച് അവരുടെ ഉപബോധ മനസ്സ് നൽകുന്ന ശക്തമായ സൂചനയാണ്. ശാരീരിക അകലം. ഒരു ഗ്രൂപ്പ് സംഭാഷണത്തിൽ നിങ്ങൾ അടുത്ത് നിൽക്കുകയാണെങ്കിൽ പോലും അവർ അറിയാതെ തന്നെ ഒരു ചുവട് പിന്നോട്ട് വയ്ക്കുകയോ നിങ്ങളിൽ നിന്ന് അല്പം അകന്നു നിൽക്കുകയോ ചെയ്യും. നിങ്ങളോട് ഇഷ്ടമില്ലാത്തവർ ഈ വ്യക്തിപരമായ അതിർത്തി കർശനമായി പാലിക്കും, അല്ലെങ്കിൽ കൂടുതൽ അകലം പാലിക്കും. ശരീരഭാഷയുടെ ദിശ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു സൂചനയാണ്. അവരുടെ ശരീരഭാഷയുടെ ദിശ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും അവരുടെ കാൽമുട്ടുകളോ പാദങ്ങളോ അല്ലെങ്കിൽ തോളോ നിങ്ങൾ അല്ലാത്ത മറ്റൊരാളെ ലക്ഷ്യമാക്കി തിരിഞ്ഞിരിക്കും. ഇത് സൂചിപ്പിക്കുന്നത് അവരുടെ ശ്രദ്ധയും താല്പര്യവും നിങ്ങളിലല്ല, മറിച്ച് സംഭാഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളിലാണ് എന്ന്. കൂടാതെ നിങ്ങളുമായി കണ്ണ് നേരിട്ട് നോക്കാതിരിക്കുക, അല്ലെങ്കിൽ അശ്രദ്ധമായി കൈകൾ കെട്ടി നിൽക്കുക എന്നിവയും അകലം പാലിക്കാനുള്ള മനഃശാസ്ത്രപരമായ ശ്രമങ്ങളാണ്. അടുത്തതായി സംഭാഷണം ഒഴിവാക്കൽ. നിങ്ങളൊരു സംഭാഷണം തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ അവർ വളരെ ചെറിയ മറുപടികൾ മാത്രം നൽകി സംഭാഷണം വേഗത്തിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കും. കൂടാതെ സോഷ്യൽ ഈവന്റുകളിലോ മീറ്റിങ്ങുകളിലോ നിങ്ങൾ അടുത്ത് വരുമ്പോൾ അവർ പെട്ടെന്ന് മൊബൈൽ ഫോണിൽ ശ്രദ്ധിക്കുകയോ മറ്റൊരാളുമായി സംസാരിക്കുന്നത് പോലെ അഭിനയിക്കുകയോ ചെയ്യും. ഇതെല്ലാം നിങ്ങളുമായി ഇടപഴകുവാൻ എനിക്ക് താല്പര്യമില്ല എന്ന സന്ദേശം പരോക്ഷമായി നൽകാനുള്ള ശ്രമങ്ങളാണ്. രണ്ടാമത്തെ ലക്ഷണം നേട്ടങ്ങളെ ചെറുതാക്കി കാണിക്കൽ. നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ കഴിയാത്തവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ ഇഷ്ടമില്ലായ്മയുണ്ട്. ഈ ഇഷ്ടമില്ലായ്മ അസൂയയുടെ രൂപത്തിൽ പുറത്തു വരുമ്പോൾ അവർ നിങ്ങളുടെ നേട്ടങ്ങളെ വില കുറച്ച് കാണിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ പ്രൊമോഷനോ പുതിയ സംരംഭത്തിന്റെ വിജയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ നേട്ടമോ ഉണ്ടാകുമ്പോൾ അവർ അഭിനന്ദിക്കാൻ വിമുഖത കാണിക്കും. പകരം അതിലെടുത്തു പറയാൻ ഒന്നുമില്ല, ഇപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നിനക്ക് ഭാഗ്യം കൊണ്ടാണ് കിട്ടിയത് എന്നിങ്ങനെയുള്ള നിസ്സാരവൽക്കരിക്കുന്ന പ്രസ്താവനകൾ നടത്തും. നിങ്ങളുടെ കഠിനാധ്വാനത്തെയും കഴിവിനെയും അംഗീകരിക്കാൻ അവർക്ക് കഴിയാത്തത് നിങ്ങളോടുള്ള ഇഷ്ടമില്ലായ്മ മൂലമാണ്. അടുത്തതായി വിജയത്തെ ഭാഗ്യം എന്ന് മുദ്രകുത്തൽ. ഒരാൾ സ്ഥിരമായി നിങ്ങളുടെ വിജയങ്ങളെ നിങ്ങളുടെ കഴിവിലോ പ്രയത്നത്തിലോ ആരോപിക്കാതെ ഭാഗ്യം എന്ന ഒറ്റ കാരണം കൊണ്ട് തള്ളിക്കളയുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക. ഇത് മനഃശാസ്ത്രപരമായി നിങ്ങളുടെ സ്ഥാനം കുറച്ച് കാണിക്കാനും ആത്മവിശ്വാസം തകർക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രമാണ്. അടുത്തതായി ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിക്കുന്നത്. നിങ്ങളുടെ നേട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പെട്ടെന്ന് വിഷയം മാറ്റാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇതിലും വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് സംഭാഷണത്തിന്റെ ശ്രദ്ധ തങ്ങളിലേക്ക് തിരിക്കുകയോ ചെയ്യും. ഇത് നിങ്ങൾ ശ്രദ്ധയുടെ കേന്ദ്രമാകുന്നതിൽ അവർക്ക് അസ്വസ്ഥതയുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. മൂന്നാമത്തെ ലക്ഷണം ഉപബോധ മനസ്സിലെ പരിഹാസം. ഇഷ്ടമില്ലാത്ത ആളുകൾ പലപ്പോഴും നേരിട്ടുള്ള വിമർശനം ഒഴിവാക്കി അതിനെ അഭിനന്ദനത്തിൻ്റെയോ തമാശയുടെയോ രൂപത്തിൽ മറച്ചുവെച്ച് ആക്രമിക്കും. ഇതിനെയാണ് മനഃശാസ്ത്രത്തിൽ ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഇരട്ട അർത്ഥമുള്ള പ്രസ്താവനകൾ, നിന്റെ ഈ പുതിയ പ്രസന്റേഷൻ മോശമില്ല,
നിന്റെ പഴയ നിലവാരമനുസരിച്ച് ഇത് അത്ഭുതമാണ് എന്നതുപോലുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. കേൾക്കുമ്പോൾ ഒരു നല്ല വാചകം അതിൽ ഉണ്ടെങ്കിലും അതിന്റെ ഉള്ളടക്കം വളരെ വിനാശകരമാണ്. ഇത് നിങ്ങളെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ മുൻപ് നിങ്ങൾ മോശമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഈ രീതിയിലുള്ള സംസാരം ശ്രോതാവിനെ ആശയക്കുഴപ്പത്തിലാക്കുകയും പ്രതികരിക്കാൻ പ്രയാസമുണ്ടാക്കുകയും ചെയ്യും. സമൂഹത്തിൽ വെച്ചുള്ള പരിചയം. ചില പൊതുസ്ഥലങ്ങളിൽ വെച്ച് നിങ്ങളുടെ പഴയ നാണക്കേടുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ കാലഹരണപ്പെട്ടതോ ആയ വിവരങ്ങൾ തമാശ രൂപേണ വിളിച്ചു പറയാൻ ശ്രമിക്കും. ഓർമ്മയുണ്ടോ നിന്റെ കോളേജിലെ ആ മണ്ടത്തരം എന്ന ചോദ്യം ഒരു തമാശയായി തോന്നാമെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ചെറുതാക്കി കാണിക്കാനുള്ള ഒരു ശ്രമമാണിത്. അടുത്തതായി ശബ്ദത്തിലെ വ്യത്യാസം. അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ശബ്ദത്തിലെ താളവും പരിഹാസത്തിന്റെ സൂചനകൾ നൽകും. ചില വാക്കുകൾക്ക് അമിതമായ ഊന്നൽ നൽകുകയോ അല്ലെങ്കിൽ സംശയത്തോടെയുള്ള ഒരു സ്വരം ഉപയോഗിക്കുകയോ ചെയ്യും. അവരുടെ വാക്കുകൾ മധുരകരമായി തോന്നാമെങ്കിലും ആ സ്വരത്തിൽ ഒരു തണുപ്പും ആത്മാർത്ഥമില്ലായ്മയും ഉണ്ടാകും. ഈ സൂക്ഷ്മമായ വിദ്വേഷം തിരിച്ചറിയാൻ വൈകാരിക ബുദ്ധി ആവശ്യമാണ്. നാലാമത്തെ ലക്ഷണം വിവരങ്ങൾ പങ്കുവയ്ക്കാതിരിക്കാനുള്ള ശ്രമം. നിങ്ങളോട് ഇഷ്ടമില്ലായ്മയുള്ളവർക്ക് നിങ്ങളെ അവരുടെ ലോകത്തു നിന്ന് പുറത്താക്കാനാണ് താല്പര്യം. ഇതിനായുള്ള ഒരു പ്രധാന മാർഗം പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളിൽ നിന്നും ബോധപൂർവം മറച്ചുവെക്കുക എന്നതാണ്. പ്രധാനപ്പെട്ട സംഭാഷണങ്ങളിൽ നിന്നുള്ള ഒഴിവാക്കൽ, ഒരു ഗ്രൂപ്പ് തീരുമാനമെടുക്കുമ്പോഴോ ഒരു പ്രധാന പരിപാടി ആസൂത്രണം ചെയ്യുമ്പോഴോ അവർ നിങ്ങളെ മനഃപൂർവ്വം ആ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കും. നിങ്ങൾ പിന്നീട് ചോദിക്കുമ്പോൾ പറയാൻ മറന്നുപോയി എന്നോ നിസ്സാര കാര്യമായി കരുതി എന്നോ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കും. ഇതിലൂടെ അവർ നിങ്ങളെ അറിയാത്തവരുടേതായ ഒരവസ്ഥയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നു. തെറ്റായ വിവരങ്ങൾ നൽകൽ. ചില സന്ദർഭങ്ങളിൽ അവർ പൂർണ്ണമായും വിവരങ്ങൾ മറച്ചുവെക്കാതെ നിങ്ങൾക്ക് തെറ്റായതോ ഭാഗികമായതോ ആയ വിവരങ്ങൾ നൽകിയേക്കാം. ഇത് കാരണം നിങ്ങൾ തെറ്റുകൾ വരുത്തുകയും അങ്ങനെ നിങ്ങളെ കുറ്റപ്പെടുത്തുവാൻ അവർക്ക് അവസരം ലഭിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ ദുരുദ്ദേശപരമായ ഒരു മനഃശാസ്ത്രപരമായ നീക്കമാണ്. വിവരത്തിന്റെ അധികാരം. വിവരങ്ങൾ കൈവശം വെച്ചുകൊണ്ട് അവർ നിങ്ങളെക്കാൾ ഉയർന്ന സ്ഥാനത്താണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ അവരെ ആശ്രയിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണ് അവരുടെ ശ്രമം. ഒരു സുഹൃത്തോ സഹപ്രവർത്തകനോ നിങ്ങളോട് സ്ഥിരമായി ഈ രീതിയിൽ പെരുമാറുന്നുണ്ട് എങ്കിൽ അത് ഇഷ്ടമില്ലായ്മയുടെയും അവിശ്വാസത്തിന്റെയും ശക്തമായ ലക്ഷണമാണ്. അഞ്ചാമത്തെ ലക്ഷണം നിരന്തരമായ സംശയവും ചോദ്യം ചെയ്യലും. നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് നിങ്ങൾ പറയുന്നത് സത്യമാണെന്നോ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്നോ അംഗീകരിക്കാൻ കഴിയുകയില്ല. അതിനാൽ അവർ നിങ്ങളുടെ ആധികാരികതയെ നിരന്തരം ചോദ്യം ചെയ്യും. ചെറിയ കാര്യങ്ങളിലെ വിമർശനം. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലെ ചെറിയ പിഴവുകൾ പെരുപ്പിച്ചു കാണിക്കാനും നിങ്ങളുടെ വാദങ്ങളെ ഖണ്ഡിക്കാനും അവർ ശ്രമിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയുമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണിത്. ഒരു ചർച്ചയിൽ ഒരാൾ നിരന്തരം നിനക്ക് ഉറപ്പാണോ, അങ്ങനെയല്ല എൻ്റെ അറിവിൽ അത് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് എങ്കിൽ അത് സംശയത്തിന്റെ വിത്തുകൾ പാകാനുള്ള ശ്രമങ്ങളാണ്. അടുത്തതായി ഉദ്ദേശ്യങ്ങളെ ചോദ്യം ചെയ്യൽ. നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ പോലും നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളെ അവർ മോശമായി ചിത്രീകരിക്കും. നീ ഇത് ചെയ്യുന്നത് നിന്റെ ലാഭത്തിനു വേണ്ടി മാത്രമാണ്, നിനക്ക് ഈ കാര്യത്തിൽ മറ്റെന്തോ ലക്ഷ്യമുണ്ട് എന്നൊക്കെ അവർ വാദിച്ചേക്കാം. മനഃശാസ്ത്രപരമായി അവരുടെ സ്വന്തം ആന്തരികമായ ഇഷ്ടക്കേടിനെ നിങ്ങളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ് അവർ ഇവിടെ ചെയ്യുന്നത്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. നിങ്ങൾ ഒരു വാഗ്ദാനം നൽകുകയോ ഒരു കഥ പറയുകയോ ചെയ്യുമ്പോൾ നീ തമാശ പറയുകയാണോ എന്നോ അതെനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്നോ പറഞ്ഞ് അവർ സംശയഭാവം പ്രകടിപ്പിക്കും. ഇതിലൂടെ അവർ നിങ്ങളെ അവിശ്വസനീയമായ ഒരാളായി മറ്റുള്ളവരുടെ മുന്നിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. ആറാമത്തെ ലക്ഷണം സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പെരുമാറ്റം. നിങ്ങളോട് ഇഷ്ടമില്ലാത്തവരുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് അവരുടെ പെരുമാറ്റത്തിലെ സ്ഥിരതയില്ലായ്മ. ആവശ്യം വരുമ്പോൾ മാത്രം സൗഹൃദം കാണിക്കുകയും ആവശ്യം കഴിയുമ്പോൾ അകലം പാലിക്കുകയും ചെയ്യുന്ന ഈ രീതിയെ ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ എന്ന് വിളിക്കാം. സ്വാർത്ഥ താല്പര്യം. അവർക്ക് നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും കാര്യസാധ്യമുണ്ട് എങ്കിൽ, ഉദാഹരണത്തിന് ഒരു ലിഫ്റ്റ് കിട്ടാൻ, ഒരു ജോലിയിൽ സഹായം ലഭിക്കാൻ, അല്ലെങ്കിൽ ഒറ്റപ്പെടാതിരിക്കാൻ അവർ നിങ്ങളോട് വളരെ മധുരമായും അടുപ്പത്തോടെയും പെരുമാറും. എന്നാൽ അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തണുപ്പുള്ളവരായി മാറും. അടുത്തതായി വൈകാരികമായ ആശയക്കുഴപ്പം. ഈ സ്ഥിരമല്ലാത്ത പെരുമാറ്റം നിങ്ങളിൽ വലിയ വൈകാരികമായ ആശയക്കുഴപ്പമുണ്ടാക്കും.
ഇവർ എൻ്റെ സുഹൃത്ത് തന്നെയാണോ അല്ലയോ എന്ന ചോദ്യം നിങ്ങളെ അലട്ടും. ഈ അനിശ്ചിതത്വം യഥാർത്ഥത്തിൽ അവരുമായി കൂടുതൽ അടുക്കാതിരിക്കാനുള്ള ഒരു മനഃശാസ്ത്രപരമായ ഉപകരണമായി അവർ ഉപയോഗിക്കുന്നു. അടുത്തതായി, നിയന്ത്രണത്തിനുള്ള ശ്രമം. ഒരാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അടുക്കുകയും ഇഷ്ടമില്ലാത്തപ്പോൾ അകലുകയും ചെയ്യുന്നത് ആ ബന്ധത്തിന്റെ നിയന്ത്രണം തങ്ങളുടെ കയ്യിലാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ്. നിങ്ങളെ ഒരു വൈകാരികമായ കെണിയിൽ നിർത്താൻ അവർ ആഗ്രഹിക്കുന്നു. യഥാർത്ഥ ഇഷ്ടമുള്ള ബന്ധത്തിൽ ഇത്തരത്തിൽ പെരുമാറ്റം ഉണ്ടാവുകയില്ല. ഈ ഏഴാമത്തെ ലക്ഷണം അമിതമായ പ്രതിരോധവും ന്യായീകരണവും. നിങ്ങളൊരു നിഷ്പക്ഷമായ അഭിപ്രായം പറയുകയോ ഒരു ലളിതമായ ചോദ്യം ചോദിക്കുകയോ ചെയ്യുമ്പോൾ പോലും അവർ അതിനെ വ്യക്തിപരമായ ആക്രമണമായി കണ്ട് അമിതമായി പ്രതിരോധിക്കാൻ ശ്രമിക്കും. വിമർശനത്തെ വ്യക്തിപരമായി എടുക്കൽ, ഒരു ജോലിയെക്കുറിച്ചോ ഒരാശയത്തെക്കുറിച്ചോ നിങ്ങൾ ഒരു നല്ല ഫീഡ്ബാക്ക് നൽകുമ്പോൾ പോലും അവർ അത് തങ്ങളെ തന്നെ വിമർശിക്കുന്നതായി എടുക്കും. ഉദാഹരണത്തിന്, ഇല്ല, ഞാൻ ചെയ്തത് ശരിയാണ്, നിനക്കെൻ്റെ ജോലി അറിയില്ല എന്ന രീതിയിൽ കാര്യങ്ങൾ വ്യക്തിപരമാക്കും. ഇത് സൂചിപ്പിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടമില്ലായ്മ കാരണമാണ് എന്നാണ്. നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ അവരുടെ മനസ്സ് തയ്യാറല്ല എന്നതാണ്. മാറ്റം വരുത്താൻ വിസമ്മതിക്കൽ. അവരുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടെന്ന് തെളിവുകൾ സഹിതം ബോധ്യപ്പെട്ടാൽ പോലും അവർ അതിനെ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും അങ്ങേയറ്റം ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ പ്രതിരോധം അവർ നിങ്ങളുമായി ഒരു ആരോഗ്യകരമായ സംഭാഷണത്തിനോ പരിഹാരത്തിനോ തയ്യാറല്ല എന്ന് സൂചിപ്പിക്കുന്നു. അടുത്തതായി, വാക്കുകൾ വളച്ചൊടിക്കൽ. നിങ്ങളുടെ വാക്കുകളെ വളച്ചൊടിച്ച് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നതിൻ്റെ നേർവിപരീതമായി വ്യാഖ്യാനിച്ച് തങ്ങൾ നിരപരാധികളാണ് എന്ന് സ്ഥാപിക്കാൻ ഇവർ ശ്രമിക്കും. ഈ രീതിയിലുള്ള സംഭാഷണം നിങ്ങളെ കുറ്റബോധമുള്ളവരാക്കി മാറ്റാനും സ്വയം സംശയം തോന്നിക്കാനും ലക്ഷ്യമിടുന്നു. എട്ടാമത്തെ ലക്ഷണം നിങ്ങളുടെ വിഷമങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നതാണ്. നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരാളെ തിരിച്ചറിയാനുള്ള ഏറ്റവും വിഷമകരമായതും എന്നാൽ വ്യക്തമായ ലക്ഷണവുമാണിത്. നിങ്ങളുടെ ദുരിതത്തിലും വിഷമത്തിലും അവർ ആന്തരികമായോ പരോക്ഷമായോ സന്തോഷം കണ്ടെത്തുന്നു. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഷാൻഫ്രോയിഡ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നതിൽ അവർ ആശ്വാസം കണ്ടെത്തുന്നു. നിങ്ങൾക്കൊരു മോശം ദിവസം ഉണ്ടാകുമ്പോൾ, ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കും. എന്നാൽ ഈ വ്യക്തിയാകട്ടെ അതൊന്നും സാരമില്ല എന്ന് ഉപരിപ്ലവമായി പറയുകയും അവരുടെ ഉള്ളിൽ ഒരു ആശ്വാസത്തിന്റെ ഭാവം മറച്ചുവെക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പരിഹാരങ്ങൾ നൽകാൻ മടി. നിങ്ങളൊരു പ്രശ്നം പറയുമ്പോൾ അവർ സഹായകരമായ പരിഹാരങ്ങൾ നൽകാൻ ശ്രമിക്കുകയില്ല. പകരം ആ പ്രശ്നത്തിൽ നിങ്ങൾ എങ്ങനെ അകപ്പെട്ടു എന്ന് കൂടുതൽ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ആ വിഷമം വർദ്ധിപ്പിക്കാനോ ശ്രമിക്കും. വിമർശനാത്മകമായ പ്രതികരണം. നിങ്ങളുടെ പരാജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ, ഇതൊക്കെ നിനക്ക് വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നതുപോലെ ഉള്ള വാക്കുകൾ അവർ ഉപയോഗിക്കും. ദുരിതത്തിന്മേൽ അധിക ഭാരം വയ്ക്കും. ഒരു മനുഷ്യന്റെ വിഷമത്തിൽ ഇങ്ങനെ പ്രതികരിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു തരത്തിലുള്ള വൈകാരികമായ അടുപ്പമോ ദയയോ ഇല്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ട ഈ 8 മനഃശാസ്ത്ര ലക്ഷണങ്ങൾ നിങ്ങളെ ഒട്ടും ഇഷ്ടമില്ലാത്തവരെ തിരിച്ചറിയാനുള്ള ശക്തമായ ഒരു ടൂൾ കിറ്റാണ്. ഈ ലക്ഷണങ്ങൾ ഒരാളിൽ ഒറ്റപ്പെട്ടല്ല, മറിച്ച് സ്ഥിരമായ ഒരു പാറ്റേൺ രൂപത്തിൽ കാണുമ്പോഴാണ് നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത്. ഓർക്കുക, നിങ്ങളുടെ മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥിരമായി തരം താഴ്ത്താൻ ശ്രമിക്കുന്ന, നിങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാത്ത, നിങ്ങളുമായി അകലം പാലിക്കാൻ ശ്രമിക്കുന്ന ആളുകളുമായി ബന്ധം തുടരുന്നത് ദോഷകരമാണ്. ഈ ബന്ധങ്ങളെ കൈകാര്യം ചെയ്യുക. അവരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി ഒരു പ്രൊഫഷണൽ അകലം പാലിക്കുക. നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ അവരുമായി പങ്കുവയ്ക്കുന്നത് നിർത്തുക. ആരോഗ്യകരമായ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുക. നിങ്ങളെ അംഗീകരിക്കുന്ന, നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്ന, നിങ്ങളുടെ വിഷമങ്ങളിൽ താങ്ങായി നിൽക്കുന്ന യഥാർത്ഥ സുഹൃത്തുക്കളോടും കുടുംബത്തോടും കൂടുതൽ സമയം ചെലവഴിക്കുക. നിങ്ങളെ ബഹുമാനിക്കാത്ത ഒരാളുടെ സാന്നിധ്യം ആവശ്യമില്ല. ഈ തിരിച്ചറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.